ഭാഗ്യവാരോ. ചിങ്ങരാശി മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ചേരുന്ന 2 നക്ഷത്രം അടങ്ങുന്ന ചിങ്ങരാശിക്കാർക്ക് പ്രേക്ഷകർക്കെല്ലാം വിഷുദിന ആശംസകൾ, എല്ലാ നന്മകളും നേരുന്നു. ഈ രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നല്ല ഉയർന്ന മാർക്ക് കിട്ടുവാനും പഠന പുരോഗതിക്ക് ഉത്സാഹത്തിനും ഉന്മേഷത്തിനും സാഹചര്യം ഉണ്ടാവുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ പഠന പുരോഗതി ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ A+ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. പരിശ്രമം കൂടെ നന്നായിരിക്കണം. സമയം ഗ്രഹനില അനുകൂലമാണ്, വിഷുഫലം അനുകൂലമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ജോലികൾ അവരവരുടെ പഠിത്തം കഴിവ് അനുസരിച്ചുള്ള ഡിഗ്രിക്കൊക്കെ അനുസരണമായിട്ടുള്ള ഓർഡറുകൾ ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള കാലഘട്ടങ്ങളിൽ ലഭിക്കുന്നതാണ്. വിഷുഫലം ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഗുണപ്രദം. ഭാവിയിൽ ആ ജോലി സ്ഥിരപ്പെടാനും സാധ്യതയുണ്ട്. വിദേശത്തേക്കൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമാണ്. ഉദ്യോഗത്തിലിരിക്കും ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗസ്ഥന്മാർക്കും പ്രൊമോഷൻ സാധ്യത. ജോലിയിലെ അധ്വാനഭാരം അല്പം കൂടുമെങ്കിലും ശമ്പള വർധനവും സേവനവേതന പരിഷ്കാരവും അധികാരവും കൂടുതലായി ലഭിക്കും. ഡിപ്പാർട്ട്മെൻറ്റിനും മേലധികാരികൾക്കും സഹപ്രവർത്തകർക്കും സ്നേഹവും അംഗീകാരവും കൂടിയിരിക്കും. പ്രശംസാപത്രങ്ങളോ അല്ലെങ്കിൽ അവാർഡുകളോ തൊഴിലിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ രാശിയിൽപ്പെട്ട കലാ, കായിക, സാമുദായിക, ട്രേഡ് യൂണിയൻ മേഖലയിൽ നിൽക്കുന്നവർക്ക് ജനസ്വാധീനം, ഗവൺമെൻറ് സ്വാധീനം, അവാർഡുകൾ മുതലായവയൊക്കെ പ്രതീക്ഷിക്കാവുന്നതും അതിനുവേണ്ടി പരിശ്രമിക്കാവുന്നതും അവയിലേതെങ്കിലും ലഭിക്കുവാനിടയാവുന്നതുമാണ്. അപ്രതീക്ഷിതമായ സാമ്പത്തിക ലബ്ധി ഗൃഹസ്ഥർക്ക് ഈ വർഷം വിഷു മുതൽ 2026 ഏപ്രിൽ 14 വരെയുള്ള കാലഘട്ടങ്ങൾക്കുള്ളിൽ പ്രതീക്ഷിക്കുന്നതും അപ്രതീക്ഷിതവുമായ സാമ്പത്തിക ആനുകൂല്യങ്ങൾ, വൻ ചിട്ടി, വൻ ലോൺ, ലോട്ടറി മുതലായവയൊക്കെ പരീക്ഷിക്കാവുന്നതാണ്. എല്ലാവർക്കും ഫസ്റ്റ് പ്രൈസ് തന്നെ അടിക്കണമെന്നൊന്നുമില്ല. ജാതക നിലയിൽ ഹംസമഹായോഗം, അതുപോലെ തന്നെ സൂര്യയോഗം, മഹാഭാഗ്യയോഗം ഒക്കെ ഉള്ളവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം അച്ചട്ടായിട്ട് വരും. യോഗനിലകൾ കുറഞ്ഞവർക്ക് കുറഞ്ഞപക്ഷം നല്ലൊരു എമൗണ്ടെങ്കിലും കയ്യിൽ വരും. കായിക രംഗത്തും കലാരംഗത്തും നിൽക്കുന്നവർ വളരെ ശ്രദ്ധേയമാവും. ജനപിന്തുണ കിട്ടും, പ്രേക്ഷകരുടെ ആനുകൂല്യങ്ങളും കിട്ടും. വളരെയധികം ശോഭിക്കാൻ ഇടയാവുന്നതാണ്. അവസരങ്ങൾ ധാരാളമായി തേടിയെത്തും. അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് ധാരാളമായിട്ട് വേലയും കൂലിയും നിർലോഭമായിട്ട് കിട്ടുന്നതാണ്. ഒന്നും ബുദ്ധിമുട്ട് വരുന്നതല്ല. മുതലാളിമാർക്ക് പുതിയതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുവാനും ഉള്ളവ പരിപോഷിപ്പിക്കുവാനും പുതിയ പുതിയ ഐറ്റംസ് വിൽപ്പനയിൽ കേന്ദ്രീകരിക്കാനും അവ ജനങ്ങൾ സ്വാഗതം ചെയ്യുവാനും ഇഷ്ടപ്പെടുവാനും അവയുടെ വിറ്റുവരവ് ആദായം കൂടുതൽ വരുവാനും മുതൽ മുടക്കുന്ന മുതലാളിമാർക്കെല്ലാം തൊഴിലാളികൾക്കും തൃപ്തികരമായ തൊഴിലവസരങ്ങൾ, ഉദ്യോഗസ്ഥന്മാർക്ക് പ്രൊമോഷൻ സൗകര്യം, ഉദ്യോഗാർത്ഥികൾ പുതിയ തൊഴിൽ അവസരം, വിദ്യാർത്ഥികൾക്ക് ഉയരാനും A+നും പറ്റിയ സുവർണാവസരങ്ങൾ, സാധാരണക്കാരന് ഏറെക്കുറെ തൃപ്തികരമായ ഗൃഹസ്ഥർക്ക് ജീവിതം, കുടുംബ ഭരണം ശാന്തിയും സമാധാനത്തോടെയും കൊണ്ടുപോകാനുള്ള യോഗങ്ങൾ, അവിവാഹിതർക്ക് അല്ലെങ്കിൽ ചിലപ്പം ജാതി മതങ്ങൾ അതുപോലെ മാറി ഉള്ള വിവാഹങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. കാരണം രാഹുവിൻ്റെ 7ാം ഭാവത്തിലേക്കുള്ള പ്രവേശനം യുവാക്കളിൽ പ്രേമം ഉണ്ടാകുവാനും അനുരാഗം ഉണ്ടാകുവാനും, ഈ യുവാക്കൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് വിവാഹം കഴിച്ചവരും ഉൾപ്പെടാം, കുടുംബസ്ഥരും ഉൾപ്പെടാം. ഏതെങ്കിലും പ്രേമബന്ധങ്ങളിലോ ഗാന്ധർവങ്ങളിലോ ലീവിങ് ടുഗദറുകളിലേക്കോ ഒക്കെ നീങ്ങാവുന്നതും ഹ്രസ്വകാല ദാമ്പത്യ അനുരാഗ പ്രേമ ബന്ധങ്ങളിൽ
പെടാനോ സ്ത്രീ പുരുഷന്മാർക്ക് ഈ രാശിയിൽപ്പെട്ട മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ചേരുന്നവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചുരുങ്ങിയ പക്ഷം ഇതിൽ പെട്ടുന്നില്ലെങ്കിൽ എന്തെങ്കിലും പൂവാല ശല്യങ്ങളെങ്കിലും വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കുംഭൻ രാശിയിലേക്കാണ് രാഹു മാറുന്നത്. വലിയ ദോഷങ്ങളൊന്നുമില്ല. കാരണം കുംഭം എന്ന് പറയുന്നത് കുടം പോലെ എന്നാണ്. രാഹു എന്ന് പറഞ്ഞാൽ പാമ്പാണ്. കുടത്തിനകത്ത് കിടക്കുന്ന പാമ്പ് കടിക്കൂല എന്നാണ്. അതായത് ഉപദ്രവിക്കില്ല, കടിക്കാൻ അതിന് കുടത്തിന് വെളിയിലോട്ട് ഇറങ്ങാൻ നിവൃത്തിയില്ല. അപ്പം അസഹ്യമായ ദുഃഖമൊന്നും വരത്തില്ല. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പരിപാലിക്കാവുന്നതും അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്നതുമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് ചാടും. അതിനകത്ത് ഭയക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നർത്ഥം. എങ്കിലും രാഹു 7ാം ഭാവത്തിലാണ്. അനുരാഗം, ദാമ്പത്യം, പ്രേമം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടും പ്രായഭേദമന്യേ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർ അവർക്ക് ഉറപ്പായിട്ടും ഏതെങ്കിലും ഉന്നത സ്ഥാനം വരുന്നതാണ്. മത്സരാർത്ഥികൾ വിജയിക്കും. ഏതെങ്കിലും ഉയർന്ന രാഷ്ട്രീയ ബന്ധങ്ങളിലേക്ക് തിരിഞ്ഞു പോകുവാനും പുതിയ സ്ഥാനമാനങ്ങൾ തേടിയെത്തുവാനും ഉത്തരവാദിത്തപ്പെട്ട ഗ്രാമം, നഗരം, സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെ ഭരണതലം ഇവ ഭരിക്കുവാനും അധികാരിയാകുവാനും ഉള്ള സാധ്യതയുണ്ട്. കുടുംബസ്ഥർക്ക് ശാന്തിയും സമാധാനവും. ഈ രാശിയിൽപ്പെട്ട ആളുകൾക്ക് ഉത്രട്ടാതി രേവതി നക്ഷത്രം വരുന്ന ദിവസങ്ങൾ കഴിവതും പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി പൊതുവെ കൊടുക്കൽ വാങ്ങലുകൾ ആ ദിവസങ്ങളിൽ ഒഴിവാക്കുക. സാഹസിക യാത്രകൾ, സാഹസികപരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, വൻ എഗ്രിമെൻറ്റുകൾ എന്നിവ ഒന്ന് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. ശാരീരികപരമായ ക്ഷീണം, സാമ്പത്തികപരമായ ക്ഷീണം, അതുപോലെ തന്നെ ആഹ്ലാദവും സന്തോഷവും കുറഞ്ഞ ദിവസങ്ങൾ ആയിരിക്കും. എന്നാൽ മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്രം വരുന്ന ദിവസങ്ങൾ സാമ്പത്തിക പുഷ്ടി, തൊഴിൽ പുഷ്ടി, കുടുംബത്തിൽ ശാന്തി, സമാധാനം, സന്തോഷ വാർത്ത, പരസ്പര സ്നേഹാനുരാഗത്തോടു കൂടിയുള്ള ജീവിതം, ഇഷ്ടപ്പെട്ട മനസ്സന്തോഷത്തോടു കൂടിയ ഭക്ഷണം, ഉറക്കം ഇത്യാദി കാര്യങ്ങളും സുഖലോലുപത്വവും ഒക്കെ ഈ പറഞ്ഞ മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ തമ്മിൽ ഭേദമായ എല്ലാവിധ സന്തോഷവും ഉണ്ടായിരിക്കുന്നതാണ്. കേസ്, വഴക്ക്, കോടതി, കച്ചേരി കിടക്കുന്നവർക്ക് നല്ല ജഡ്ജ്മെൻ്റ് ഉണ്ടാവും. അനുകൂലമായ ജഡ്ജ്മെൻറ്റ്, അനുകൂല വിധികൾ. പ്രത്യേകിച്ച് വേറെ കോടതിയിലേക്കൊന്നും പോകണ്ട. അതിനിപ്പം തന്നെ കാര്യങ്ങൾ തീർന്നു കിട്ടും, അല്ലെ കോംപ്രമൈസ് ആവും. അവിവാഹിതർക്ക് വിവാഹാദി ആലോചനകൾ സുമംഗളമായിട്ട് നടക്കും. കടബാധിതക്കാർക്ക് നിശേഷമായി കടം മാറ്റാനുള്ള പുതിയ വരുമാന ഉറവിടം വരും. അത് കിട്ടുന്നത് വേറെ കാര്യങ്ങൾക്കായിട്ട് സ്പെയർ ചെയ്ത് പോകരുതെന്ന് മാത്രം അപ്പോഴേ തീർത്തോളുക. ആ സെക്കൻഡ് തന്നെ വരുന്ന പണം കടം തീർക്കാനായിട്ട് വിനിയോഗിച്ചാൽ കംപ്ലീറ്റ് കടം തീർക്കത്തക്ക രീതിയിലുള്ള വരുമാന മാർഗങ്ങൾ ഈ ഒരു വർഷം കൊണ്ട് 2025 വിഷു മുതൽ 2026 വിഷു വരെയുള്ള കാലഘട്ടങ്ങൾ, April 14 to April 14, between lucky dash to help, money gains, new job, health and wealth, fruitful life, സന്തോഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. കൂടുതലും നക്ഷത്രം തോറും, ജന്മനക്ഷത്രം തോറുമോ അല്ലെങ്കിൽ ഓരോ മാസവും ഈ രാശിപ്പെട്ടവർ ഭാഗ്യസൂക്തം എന്ന് പറയുന്ന കർമാനുഷ്ഠാനങ്ങൾ പുഷ്പാർച്ചനയായിട്ടോ കർമ്മങ്ങളായിട്ടോ പൂജാവിധികളായിട്ടോ ചെയ്താൽ അധികസ്യ അധികംബരം, കൂടുതൽ സന്തോഷിക്കാനും സൗഹാർദ്ദത്തിനുമുള്ള ഒരു നല്ല വിഷുക്കാലമായിട്ട് കാണുന്നു. മകംപൂരം ഉത്രത്തിൽ കാൽ വരുന്ന എല്ലാവിധ പ്രേക്ഷക സന്മനസ്സുകൾക്കും എൻ്റെ വിഷുദിന ആശംസകൾ, എല്ലാ നന്മകളും വാരിക്കോരി ദൈവം തരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഭാഗ്യവാരോ